ഇന്ന് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പണിയാണ് ഇത്. അപ്പോൾ ഈ പണി ഇടയ്ക്കിടയ്ക്ക് എടുക്കലുണ്ട്, എന്നാലും വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല. അങ്ങനെ മിക്സീൻ്റെ ജാറിൻ്റെ സൈഡൊക്കെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സോപ്പിട്ട് തുടച്ചെടുക്കുന്നതാണ്. കഴുകിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ തുടച്ചെടുക്കലാണ്. അങ്ങനെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഫുള്ളും തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ടൊന്ന് നാശമായിട്ടുണ്ടായിരുന്നു. അതും കൂടി സോപ്പെല്ലാം ഇട്ട് നന്നായി ഉരച്ചെടുത്ത് വെള്ളം മുക്കി തുടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗ്യാസ് ടോപ്പും പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ടോപ്പും എല്ലാം വൃത്തിയാക്കലാണ്. അങ്ങനെ നമ്മുടെ ബേസൊക്കെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട് പാത്രം കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ച് മീനും കൂടി നന്നാക്കിയിട്ട് പാത്രം കഴുകാമെന്ന്. അപ്പം മീൻ കുറച്ച് അധികം കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ ഒന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെക്കലാട്ടോ. അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് അത് ഉപ്പും മുളകും പരക്കി വെച്ചിട്ട് പാത്രത്തിലേക്കാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബേസിനൊക്കെ നല്ലോണം സോപ്പിട്ട് അരച്ചെടുക്കണം. മീനും കൂടി മുറിച്ചായതുകൊണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കണം. അങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ മീനൊക്കെ ഫ്രിഡ്ജ് കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കും. ഫ്രിഡ്ജ് ആകെ അലങ്കോലമായിട്ടുണ്ട്. പിന്നെ വെച്ചാൽ അതും കൂടിയും ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ പണിയെടുക്കുമ്പോൾ ഒന്നായിട്ടങ്ങ് പണിയെടുക്കല കേട്ടോ. പിന്നെ കുറച്ചൊന്നും എടുക്കില്ല. അങ്ങനെ ഒരു ദിവസം നല്ലോണം പണിയെടുത്താൽ പിറ്റേ ദിവസം കുറച്ച് റെസ്റ്റ് എടുക്കും. അങ്ങനെ ഫ്രിഡ്ജിലത്തെ ഉള്ളിലത്തെ വേണ്ടയും വേണ്ടാത്ത സാധനങ്ങളെല്ലാം പുറത്തിറക്കി നല്ലത് മാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അടിച്ച് വാരി പെട്ടെന്ന് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കിച്ചനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സ്ഥിതിയാണ് ഇത്. അപ്പോൾ ഇപ്പോൾ പൊടിക്കാറ്റായതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ്. നമ്മൾ പിടിമലോ എല്ലാം പൊടിയാണ്. അപ്പോൾ നല്ലപോലെ അടിച്ച് വാരിയിട്ട് വേണം ഇവിടെ കഴുകിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അടിച്ച് വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പൊടിക്കാറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ഇരുട് മൂടിയ പോലെ കേട്ടോ. പക്ഷെ മഴയൊന്നും പെയ്യില്ല, ഇങ്ങനെ ഇരുട് മൂടിയ പോലെ തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അതിന് ഞാൻ ഇതാ പൈപ്പ് ഓസ് ഇട്ടിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കമ്പിമേലൊക്കെ പൊടിയൊക്കെ പോക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ അലക്കി വെച്ച തുണിയും കൂടി ആറിയിടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും കൂടി ആറിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളം കൂടി വേണം ഇവിടെയൊക്കെ കഴുകിയെടുക്കാൻ. അങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടി ഇതൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോന് എനിക്ക് നല്ല തണുത്ത വെള്ളം കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ടാങ്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുള്ള കാഴ്ച. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.